പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രതിപക്ഷ നേതാക്കളുടെ പ്രവർത്തനത്തിൻ്റെ രീതിയും അതിൻ്റെ സ്വഭാവം എന്തായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും പലതരത്തിൽ വീഡിയോകളിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പ്രതിപക്ഷം എന്ന് പറഞ്ഞത് ഒരു ഭരണഘടനാ സംവിധാനമാണ്. ഭരണപക്ഷത്തിൻ്റെ തെറ്റായിട്ടുള്ള നയങ്ങൾ, ജനവിരുദ്ധ നയങ്ങൾ, ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ജനങ്ങളെ ഭരണകൂടത്തിൻ്റെ തെറ്റായ നടപടികൾക്കെതിരെ അണിനിരത്തുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള പ്രവർത്തനമാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം. നമുക്കെല്ലാവർക്കും അറിയാം. അത് ഇന്ത്യയിലായാലും മറ്റ് രാജ്യങ്ങളിലായാലും കേരളത്തിലായാലും ഒക്കെ തന്നെ അത് തന്നെയാണ് സ്ഥിതി. ആ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിമർശനങ്ങളും അല്ലാത്തതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ട്, സജീവമല്ലാതെ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ഇടതുപക്ഷം പ്രതിപക്ഷത്ത് ഇരുന്നിട്ടുണ്ട്, ഐക്യജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്ത് ഇരുന്നിട്ടുണ്ട്, പലരും പ്രതിപക്ഷ നേതാക്കന്മാരായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ സജീവമായി പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചവരുണ്ട്. വി എസ് അച്യുതാനന്ദനൊക്കെ നമുക്കതിൻ്റെ കൂട്ടത്തിൽപ്പെടുത്താം. എന്നാൽ നിർജീവമായി സജീവമല്ലാതെ പ്രവർത്തിച്ചവരൊക്കെ ഉണ്ട്. ഉമ്മൻചാണ്ടി, ആന്റണി, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആ നിലയിൽ നമുക്ക് വേണമെങ്കിൽ പെടുത്താം. സാധാരണഗതിയിൽ പ്രതിപക്ഷം സജീവമാകുന്നത് ഇടതുപക്ഷം പ്രതിപക്ഷമായിരിക്കുമ്പോഴാണ്. ഐക്യജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ സജീവമാകാറില്ല. ഇടതുപക്ഷത്തിൻ്റെ അത്ര സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷം ഇതുവരെ ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി UDF പ്രതിപക്ഷത്താണ്. 10 വർഷം അല്ലെങ്കിൽ 9.5 വർഷക്കാലമായി UDF പ്രതിപക്ഷത്താണ്. ആ കഴിഞ്ഞ 9.5 വർഷക്കാലം എടുത്തു നോക്കിയാൽ UDFന് 2 പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിരുന്നു. അതിലൊരു പ്രതിപക്ഷ നേതാവിൻ്റെ പേര് ശ്രീമാൻ രമേശ് ചെന്നിത്തല എന്നും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് ശ്രീമാൻ VD സതീശനും എന്നാണ്. ഈ UDF നേതാക്കളുടെ പ്രതിപക്ഷ പ്രവർത്തനം സംബന്ധിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ശക്തമായും സുവ്യക്തമായും രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനം VD സതീശൻ്റെ പ്രവർത്തനത്തെക്കാൾ വളരെ വളരെ മെച്ചപ്പെട്ടതായിരുന്നു എന്നുള്ള എൻ്റെ ബോധ്യം ഞാൻ ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞു. അതിൻ്റെ ഭാഗമായി എന്നെ രമേശ് ചെന്നിത്തല പക്ഷക്കാരനായി വരെ കാണുന്നുണ്ട്. അത് കാണുന്നവർക്ക് അങ്ങനെ കാണുകയോ കാണാതിരിക്കുകയോ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, ഞാൻ അതിലേക്കൊന്നും പോകും. പക്ഷെ VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഒരു വലിയ പരാജയമാണ് എന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ കൂടി പറയാനുള്ളത് ശ്രീമാൻ VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഒരു ലോക പരാജയമാണ് എന്നാണ്. ഇതുവരെ ഞാൻ പറഞ്ഞതിനേക്കാളൊക്കെ വലിയ പരാജയമാണ് VD സതീശൻ എന്നാണ് എനിക്ക് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. VD സതീശൻ എന്തുകൊണ്ടാണ് പരാജയമായത് എന്നത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 4.5 വർഷക്കാലമായി സർക്കാരിനെതിരെ ഒരു സമര പോരാട്ടങ്ങളില്ല. 500 വരെ പങ്കെടുപ്പിച്ച് പോലും ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കാണാൻ കഴിയുന്നില്ല. നിയമ പോരാട്ടങ്ങളില്ല. ഇനി നിയമ പോരാട്ടങ്ങൾ 1-2 നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ വാഗ്വാവിളികൾ നടത്താൻ കഴിയുമെന്നുള്ളതല്ലാതെ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അയാൾക്ക് ഒരു തരത്തിലും ഒരു സാന്നിധ്യം ഉറപ്പിക്കാനോ അടയാളപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ പറയാനുള്ളത് എല്ലാ സീമകളും ലംഘിച്ച് ഒരു പരാജയമാണ് താൻ എന്ന് VD സതീശൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ എടുത്ത് നോക്ക്. അഖിലേന്ത്യാ തലത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ബീഹാറിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചലനങ്ങൾ സമാനതകളില്ലാത്തതാണ്. ഇന്ത്യയിൽ പറഞ്ഞാൽ അൺപ്രസിഡന്റഡ് ആണ്. ബീഹാർ എന്ന് പറഞ്ഞ ആ പിന്നോക്ക സംസ്ഥാനത്ത് താഴെത്തട്ടിലെ ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും ഇളക്കി മറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ നടത്തുന്ന പ്രവർത്തനം. രാഹുൽ ഗാന്ധിയും എനിക്ക് തോന്നുന്നത് VD സതീശനുമൊക്കെ അതേ ഓരോ പ്രായക്കാരാണ്. പക്ഷെ രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രവർത്തനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇയാൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. എന്താണ് ഇവിടെ ചെയ്യുന്നത്?
എത്രയോ വിഷയങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ വിരലൊന്നും ഒതുങ്ങില്ല. എം ആർ അജിത് കുമാറിനെതിരായിട്ടുള്ള വിധി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്നു. അതിൽ എം ആർ അജിത് കുമാറിനെ രക്ഷപ്പെടുത്താനുള്ള വിജിലൻസ് അന്വേഷണത്തിൽ ഒരു അദൃശ്യ ശക്തി ഇടപെട്ടു എന്ന് വിജിലൻസ് കോടതി ജഡ്ജി പറഞ്ഞിരിക്കുന്നു. ആലോചിച്ച് നോക്കണം. നമുക്കറിയാം, ഉമ്മൻചാണ്ടി ഭരിക്കുമ്പം വിജിലൻസ് കോടതിയിൽ നിന്ന് പാമോലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വിധി വന്നപ്പോൾ ഉമ്മൻചാണ്ടി അപ്പം തന്നെ ആഭ്യന്തരം ഒഴിയുകയായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏൽപ്പിക്കുകയായിരുന്നു, നമുക്കറിയാവുന്ന. ഇവിടെ എം ആർ അജിത് കുമാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു അദൃശ്യ ശക്തി ഇടപെട്ടു എന്ന് വിജിലൻസ് കോടതി പറഞ്ഞിട്ടും ഈ വി ഡി സതീശനൊക്കെ എന്തൊക്കെയോ ഒരു പ്രസ്താവന നടത്തി എവിടെയൊക്കെയോ അയാൾ ഓടി ഒളിച്ചു. എവിടെയാണെന്ന് അയാളെ കാണാൻ പോലും ഇല്ല നമുക്ക്. അതാണ് ഇന്നത്തെ അവസ്ഥ. നമ്മൾ ഓർക്കുന്നില്ലേ 1977 കരുണാകരൻ എങ്ങനെയാണ് രാജിവെച്ചത്? എന്തോ കള്ളത്തരം പറഞ്ഞു പരോക്ഷമായിട്ടുള്ള ഒരു നിലപാട് അന്നത്തെ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടാണ് കരുണാകരൻ എന്ന് രാജിവെച്ചു പോയത്. കെ എം മാണി രാജിവെച്ചത് എങ്ങനെയാണ്? സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്നുള്ള ഒരു കോടതിയുടെ പരാമർശത്തെ തുടർന്നാണ് കെ എം മാണി രാജിവെച്ചു പോയത്. ആ സ്ഥാനത്ത് തൻ്റെ ഏറ്റവും അരുമ ശിഷ്യനായിട്ടുള്ള ഒരു ADGP രക്ഷപ്പെടുത്താൻ ഒരു അദൃശ്യ ശക്തി ഇടപെട്ടു എന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടും ഈ സതീശനൊക്കെ ഏത് മാളത്തിലാണ് വിളിച്ചിരിക്കുന്നത് എന്നെനിക്കറിയില്ല. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഒരു വിധി വന്നു. 27-ാം തീയതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഒരു വിധി വന്നു. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജോബിൻ സബാസും കൂടെ ചേർന്ന് ചരിത്രപ്രധാനമായിട്ടുള്ളൊരു വിധി വന്നു. കേരളത്തിലെ പോലീസ് സേനയിലെ എക്കാലത്തെയും അഴിമതിക്കാരനായിട്ടുള്ള ടോമിൻ തച്ചങ്കരിയെ രക്ഷപ്പെടുത്താൻ പിണറായി വിജയൻ കൊണ്ടുവന്നൊരു ഉത്തരവെടുത്ത് ചവറ്റുകുട്ടെ കളഞ്ഞു ഹൈക്കോടതി. സുഹൃത്തുക്കളെ, ആലോചിച്ചു. ടോമിൻ തച്ചങ്കരിക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചിട്ട് അന്വേഷണത്തിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് വിജിലൻസ് കണ്ട് ആ വിജിലൻസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച് ആ അന്തിമ റിപ്പോർട്ടിനെതിരെ അയാൾ വിടുതൽ ഹർജി കൊടുത്ത വിടുതൽ ഹർജി തള്ളി വർഷങ്ങൾക്ക് ശേഷം ആ പ്രതി കൊടുത്തിട്ടുള്ള ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പുനരന്വേഷണം പ്രഖ്യാപിച്ച പിണറായി വിജയന്റെ ആ ഉത്തരവെടുത്ത് ചവറ്റുകൂട്ട കളഞ്ഞു. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജോബിൻ സബാസിനും കൂടി. ഇതിനപ്പുറത്ത് പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയാൻ ഇനി വേറെ എന്താണ് വേണ്ടത് സുഹൃത്തുക്കളെ? പോലീസ് സേനയിലെ ഏറ്റവും അഴിമതിക്കാരനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ടോമിൻ തച്ചങ്കരി. അയാൾക്ക് വേണ്ടി ചെയ്ത ഈ വൃത്തികേട് ഹൈക്കോടതി എടുത്ത് ചവിട്ടുകൂട്ട കളഞ്ഞില്ല. ഇൻഡിസ്ക്രീഷനാണെന്നല്ലേ ഹൈക്കോടതി. ഇത്രയും വിവേകശൂന്യമായ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ ഒരു പ്രസ്താവന ഇറക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്തിനാണ് അയാൾ അവിടെ തുടരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അതിൻ്റെ യുക്തി എന്ന് മനസ്സിലാവുന്നു. എന്നിട്ട് പറയുകയാണ് സൂക്ഷിച്ചോണം, CPM സൂക്ഷിച്ചോണം, BJP സൂക്ഷിച്ചോണം. ഇതെന്താണ്? ഇത് പ്രതിപക്ഷ നേതൃസ്ഥാനമാണോ അതോ ഒരു തെരുവ് ഗുണ്ടായിസമാണോ? ഇതാണോ പ്രതിപക്ഷ പ്രവർത്തനം? ഇനി അവർക്കെതിരെ തെളിവ് വരാനുണ്ട്, കേരളം ഞെട്ടുന്ന തെളിവ് വരാനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ തെളിവ് അങ്ങ് കൊണ്ടുവന്നാൽ പോലെ സുഹൃത്തുക്കളെ. അത് ഇതുവരെ വന്നില്ല എന്നുള്ളത് വേറെ കാര്യം. ബോംബ് ഒരു ഡാം സ്ക്വിബായി മാറി എന്നുള്ളതാണ് വസ്തുത. ബോംബ് ഒരു നനഞ്ഞ പടക്കമായി മാറിപ്പോയി എന്നുള്ളതാണ് വസ്തുത. ഇപ്പം അദ്ദേഹം പറഞ്ഞ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊരു നാണം കെട്ട അവസ്ഥയാണെന്ന് ആലോചിച്ചു. എന്തൊരു നാണം കെട്ട അവസ്ഥയാണിത്. എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ആ തെളിവ് ഒരു പത്രസമ്മേളനത്തിൽ കൂടെ കൊണ്ടുവന്നാൽ പോരെ. എന്തൊരു നാണം കെട്ട പ്രതിപക്ഷ പ്രവർത്തനമാണിത്. PS അച്യുതാനന്ദന്റെ കാലത്തൊക്കെ നടന്ന പ്രതിപക്ഷ പ്രവർത്തനത്തിന്റെ 1/1000 എങ്കിലും ഇപ്പോൾ പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് VD സതീശൻ ഒരു പരാജയമല്ല, ലോക പരാജയമാണ് എന്നാണ് ഇപ്പം നടക്കുന്ന സംഭവവികാസങ്ങളിൽ കൂടി അടിക്കടി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.